വ്യൂവേഴ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ട് എങ്ങനെ കപ്സ ഉണ്ടാക്കാം അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം, സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് റെസിപ്പി നോക്കിയാലോ. എന്നാ ബയോ. അപ്പോൾ കപ്സ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതൊക്കെ. ഞാൻ ഓരോന്നും ചെയ്യുമ്പോൾ പറഞ്ഞു തരാം കേട്ടോ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, കപ്സ ഉണ്ടാക്കിയാലോ നമുക്ക്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മൾ ഒരു ബിരിയാണി പോട്ട് വെച്ചു, അതിലോട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചിക്കനൊക്കെ ഈ വാഷ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നമുക്ക് കൊഴുപ്പ് കിട്ടും, അതിട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു സ്വാദാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു പീസ് കൊഴുപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ എണ്ണയിലോട്ട് നമ്മുടെ ആ കൊഴുപ്പൊക്കെ നല്ലോണം മെൽറ്റായ ശേഷം നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, ഫുള്ളായിട്ടുള്ള പെപ്പർ കേട്ടോ, കുരുമുളക് പൊടിക്കാത്ത ഫുള്ളായിട്ടുള്ള പെപ്പറും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം മൊരിഞ്ഞ ശേഷം നൈസായിട്ട് അരിഞ്ഞു വെച്ച നാല് നമ്മുടെ വെല്ലുള്ളി ആട്ടോ ഇവിടെ ഇട്ടിട്ടുള്ള അത് ഇട്ടെടുത്തിട്ട് നന്നായി ഒന്ന് വയറ്റി അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരണം കേട്ടോ. അതുവരെ നല്ലപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കാം. ഓക്കെ, നല്ലപോലെ എണ്ണ പോലെങ്കിൽ കുറച്ചുകൂടെ ഓയിലൊക്കെ ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വയറ്റാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ കല്ലുപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഇങ്ങനെ വയറ്റിയിട്ട് അതിനിങ്ങനെ ആ ഉള്ളിനൊക്കെ നമ്മൾ മൊരിയിപ്പിച്ചെടുക്കാം കേട്ടോ. ആ മൊരിയുന്ന വരെ നമ്മളിങ്ങനെ വയറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. അതിനടുക്ക് നമുക്ക് 2 പച്ചമുളകും കീറാത്ത ഫുള്ളായിട്ടുള്ള പച്ചമുളക് 2 ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു പരിവായി കഴിയുമ്പോൾ ആ നമ്മുടെ പറഞ്ഞ പോലെ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ നല്ല ഭംഗിയുള്ളതായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അതിനോട്ട് നമ്മളൊരു 5 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കേട്ടോ നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് അരച്ചു കൊടുക്കുക. എന്നിട്ട് അത് ഇട്ട് കൊടുക്കുക കേട്ടോ അതിലോട്ട്. എന്നിട്ട് മല്ലിച്ചെപ്പും അതേപോലെ തന്നെ പുതിനയും കറിവേപ്പില ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഇത് ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ ഇത് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി സ്വാദിലും കുറച്ചുകൂടി ടേസ്റ്റ് ഒരു ഫ്ലേവർഫുൾ ആയിട്ടുണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് വഴറ്റിയ ശേഷം പിന്നെ അതിന് പച്ചമുളകൊക്കെ പോയ ശേഷം പിന്നീട് നമ്മൾ 4 അല്ലെങ്കിൽ 5 അല്ല പഴുത്ത തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആക്കാം കേട്ടോ. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിക്കാം. അതിനെക്കാട്ടി കുറച്ചുകൂടി ബെറ്ററും അതിനെക്കാട്ടി കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അവിടെ തക്കാളി പേസ്റ്റ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം തക്കാളിയൊക്കെ നന്നായി കുറുകിയിട്ട് ഈ ഒരു പരിപാടി പേസ്റ്റ് രൂപത്തിലായ ശേഷം നമ്മൾ പിന്നെ അതിലോട്ട് നമ്മൾ ഒരു 2-3 സ്പൂൺ കപ്സ മസാലയും അതോടൊപ്പം തന്നെ നമ്മുടെ പെപ്പർ പൗഡറും കൂടെ കുരുമുളക് പൊടിയും കൂടെ കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനനുസരിച്ച് എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് പോരെയും കുറച്ച് ഓയിൽ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ നമ്മൾ ഇതിനിങ്ങനെ വയറ്റി ഒരു പേസ്റ്റിൻ്റെ രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കുന്നു കേട്ടോ. എന്നാൽ മാത്രമേ കുറച്ചുകൂടി നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വയറ്റിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ പച്ചമണമൊക്കെ അങ്ങനെ ഉണ്ടാവും, കഴിക്കുമ്പോൾ വലിയ രുചി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടി നല്ലപോലെ നമ്മൾ ഇങ്ങനെ വയറ്റി കൊടുത്തുകൊണ്ട് കടുവറ നല്ലപോലെ വയറ്റി കൊടുക്കുക കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഓയിലൊക്കെ ഇട്ട് കൊടുക്കുക, ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ആ സമയത്ത് ഒക്കെ നമ്മൾ ഈ മസാലയിലെല്ലാം പെർഫെക്റ്റ് ആണോ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഉപ്പ് മുളകൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. മുളക് പോരെങ്കിൽ പെപ്പർ ഇട്ട് കൊടുക്കുക, അതേപോലെ ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, നന്നായി വഴറ്റിയ ശേഷം നമ്മളിവിടെ 1 കിലോ ചിക്കൻ തന്നെയായിട്ട് എടുത്തിട്ടില്ലേ. അപ്പോൾ ചിക്കൻ കുറച്ച് വലിയ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട്. കപ്സയ്ക്ക് കുറച്ചുകൂടി വലിയ പീസ് ചിക്കനാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക കേട്ടോ. കുറച്ച് ഭംഗിക്കും ടേസ്റ്റിനൊക്കെ അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പോൾ കുറച്ച് വലിയ പീസുള്ള നമ്മൾ ചിക്കനാണ് ഇവിടെ, വലിയ പീസാക്കിയിട്ടുള്ള ചിക്കനാണ് ഇവിടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് നല്ലപോലെ ഇങ്ങനെ മസാലയിൽ ഒന്ന് അലിഞ്ഞ് ചേരണം കേട്ടോ നമ്മുടെ മസാലയിൽ നമ്മുടെ ചിക്കൻ. അപ്പോൾ അതിൽ മസാല പിടിക്കുന്നവരെ നമ്മളിങ്ങനെ വയറ്റിക്കൊണ്ട് നമ്മളിങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ വയറ്റുന്നില്ല, അതുപോലെ നിങ്ങളൊന്ന് വയറ്റി കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വയറ്റൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളൊന്ന് അടച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ നിങ്ങൾ ഇന്ന് ഈ സ്റ്റോക്ക് വാട്ടറിൽ ഈ ചിക്കൻ അങ്ങനെ വേകുന്ന സമയത്ത് അതിന് വെള്ളം ഞാൻ ഒരു പൊട്ട് വെള്ളം പോലും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അത് ചിക്കനിൽ വരുന്ന വെള്ളമാണ്. നമ്മൾ ഈ മസാല ഇങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ചിക്കൻ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങും. അതിൽ തന്നെ അതിരുന്ന് വേകുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആയിട്ടുണ്ടാവുന്നത് കപ്സയ്ക്ക്. ഓക്കെ, നമുക്ക് ഇത് ആദ്യം പറഞ്ഞപ്പോൾ നമുക്ക് ടേസ്റ്റി കപ്സയാണ് നമുക്ക് ആവശ്യം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നല്ലപോലെ ഇങ്ങനെ വയറ്റി കൊടുക്കുക. ചിക്കനൊക്കെ വെന്തിട്ടുണ്ടോ എന്നൊക്കെ ഇടയ്ക്ക് ഒന്ന് പ്ലേറ്റിലൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് എടുത്ത് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അതിനുശേഷം നന്നായി വയറ്റിയ ശേഷം പിന്നീട് അത് വെന്തിട്ടുണ്ടോ അല്ലെങ്കിൽ വെന്തിട്ടില്ലെങ്കിൽ കുറച്ച് വേവിക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് ചിക്കനെ മാത്രമായിട്ട് നമ്മൾ പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റി വെക്കുക. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ ആ മസാലയിലോട്ട് നമ്മൾ ചുടുവെള്ളമാണ് കേട്ടോ ഇവിടെ ഒഴിച്ചിട്ടുള്ള. പച്ചവെള്ളം ഒഴിക്കാൻ നിൽക്കല്ലേ, ചുടുവെള്ളം വേണം ഇവിടെ ഒഴിക്കാൻ. ഓക്കെ, നമ്മൾ ആവശ്യത്തിന് 1 ഗ്ലാസ് ആയിരിക്കും 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ചിക്കൻ്റെ മസാലകളും അതേപോലെ തന്നെ ഈ ചുടുവെള്ളവും ഒക്കെ കൂടി നല്ലപോലെ തിളയ്ക്കാൻ നമ്മൾ വെക്കുക. ഓക്കെ, തിളച്ച ശേഷം അതിലോട്ട് നമ്മൾ ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുക കേട്ടോ. ഡ്രൈ ലെമൺ ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കുക. പിന്നീട് നമുക്ക് പുളിപ്പിനിൽ കുറച്ച് ടേസ്റ്റ് അല്ലെങ്കിൽ അരി ഒന്ന് വിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ലെമൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉപ്പൊക്കെ വേണമെങ്കിൽ ഒന്ന് നോക്കുക, ഉപ്പൊക്കെ കറക്റ്റാണെന്ന് ഇടുക. എല്ലാം നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം കറക്റ്റായിരിക്കണം കേട്ടോ. ഉപ്പും മുളകൊക്കെ കറക്റ്റായിരിക്കണം. അതിന് ശേഷം നമ്മൾ അരി
ഇട്ട് കൊടുക്കുക, നല്ല വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവസാനമായിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് ഒരു മണിക്കൂറോളം കുതിർക്കാൻ വെച്ച അരിയാണ് കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നീട് ആ അരിയൊക്കെ ഫുള്ളായിട്ട് വന്ന ശേഷം നമ്മൾ അതിലോട്ട് നമ്മുടെ ചിക്കൻ മാറ്റി വെച്ച് നമ്മുടെ മസാല ചിക്കൻ അല്ലേ, അപ്പോൾ ആ മസാല ചിക്കൻ നമ്മൾ ഈ ചോറിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ആ ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് സിമ്മിൽ ഇങ്ങനെ വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ ഈ മസാലയും അതേപോലെ ഇതൊക്കെ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് നമ്മൾ പ്ലേറ്റിലോട്ട് ഇട്ടിട്ട് നമ്മുടെ മൈനീസും തക്കാളി ചട്നിയും കൂട്ടി കഴിക്കുക. തക്കാളി ചട്നീനും അതേപോലെ തന്നെ മൈനീസിനും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്